ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്ന കർശന നിർദ്ദേശവുമായി ഇന്ത്യൻ പൗരന്മാർ കരമാർഗമോ വ്യോമമാർഗമോ യാത്ര ചെയ്യരുതെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യയ്ക്കും ഇറാനും ഇടയിൽ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഈ മുന്നറിയിപ്പ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയ്ക്കും ഇറാനും ഇടയിൽ വിമാന സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെയൊരു മുന്നറിയിപ്പ്? നമ്മുടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് ഇറാനിടയിൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് കർശന നിർദ്ദേശം വീണ്ടും ഇറാനിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നത്. അതായത് ഇറാനിലേക്ക് ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്. അത് കരമാർഗമായിരുന്നാലും ശരി, വ്യോമമാർഗമായിരുന്നാലും ശരി, ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം ഇറാനിലേക്കും അതുപോലെ തന്നെ തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഇന്ത്യൻ എംബസി അറിയിക്കുന്നു. ഒപ്പം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം തന്നെ എംബസിയുമായി ഒരു ഏകോപനം നടത്തിക്കൊണ്ട് കര അതിർത്തി വഴി ഇറാൻ വിടണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശമില്ലാതെ ഈ ഇറാൻ വിടുന്ന അത്ര സ്വന്തം നിലയിൽ ഇറാൻ വിടുന്ന തരത്തിലേക്ക് പ്രവൃത്തികൾ ഉണ്ടാകരുത് എന്നും ഇന്ത്യൻ എംബസി മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അമൃത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.